പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ചർച്ച കോൺഗ്രസിന് സമ്മാനിച്ചത് വലിയ തിരിച്ചടിയാണ്. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയും കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ചരിത്രവും ഒരിക്കൽ കൂടി BJP ചർച്ചയാക്കി. അംബേദ്കറെ അപമാനിച്ച കോൺഗ്രസ് ചരിത്രം അമിത്ഷാ തുറന്നു കാട്ടുമ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം കുറച്ച് നാളുകളായി കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അംബേദ്കറെ ചൊല്ലി അല്ലെങ്കിൽ അംബേദ്കറിന്റെ പേരിൽ പോലും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അതിനെല്ലാം തിരിച്ചടി ലഭിക്കുന്നതും കോൺഗ്രസിന് തന്നെയാണ്. കാരണം അവരുടെ ചരിത്രം എന്താണ്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്താണ് ഭാരതത്തിൽ ചെയ്തത് എന്നിങ്ങനെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, അതുപോലെ മേഘ്വാൾ, ഇവരെല്ലാം പറഞ്ഞത് എന്താണ്? കോൺഗ്രസിന്റെ ചില ചരിത്രങ്ങൾ അത് ഓർമ്മപ്പെടുത്തിയാൽ കോൺഗ്രസിന് തന്നെയാണ് അപമാനം എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്ത കോൺഗ്രസ് ആണോ അംബേദ്കറെ ചൊല്ലി ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പോലും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. തുടർച്ചയായ തിരിച്ചടി തന്നെയല്ലേ കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ഭരണഘടനാ ചർച്ച രണ്ട് സഭകളിലും നടന്നു. ലോക്സഭയിലും രാജ്യസഭയിലും നടന്നു. അതിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ആകത്തുക പരിശോധിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചർച്ച വലിയ തിരിച്ചടിയായാണ് മാറിയത്. ആദ്യഘട്ടത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച വേണമെന്ന ആവശ്യം കോൺഗ്രസ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. തുടർന്ന് സർക്കാർ ഈ ഭരണഘടനാ സഭ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സഭകളിലും വിപുലമായ ചർച്ച നടത്താമെന്ന് സർക്കാരും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യം ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും ചർച്ച നടന്നത്. പക്ഷേ ഈ ചർച്ചയിലൂടെ കോൺഗ്രസ് ഇപ്പോൾ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. രാജ്യത്തിൻ്റെ ചരിത്രം 1947 മുതലുള്ള ചരിത്രം, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഏകാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കുടുംബ വാഴ്ചയുടെയും കോൺഗ്രസ് എങ്ങനെയാണ് മതരാഷ്ട്രീയം അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തെ ഈ നാട്ടിൽ ഉപയോഗപ്പെടുത്തിയത്, ഈ കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് 1947 മുതലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എന്നത്. നമുക്കറിയാം അടുത്ത കാലത്തൊക്കെ ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരൊക്കെ ഭരണഘടനയുടെ പേര് പറയുന്നു. തുടർച്ചയായി ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ഷോ ഓഫ് നടത്തുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ 1975ൻ്റെയും 77ൻ്റെയും ഇടയിലുള്ള ചരിത്രത്തെപ്പറ്റി ഒരിക്കൽ കൂടി BJP ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചർച്ചയിലൂടെ ചെയ്തത്. അടിയന്തരാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ട് അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥയുടെ ചരിത്രം എന്നത്. ആ ചരിത്രം കൃത്യമായി തന്നെ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുവാൻ ഈ ഒരു ഭരണഘടനാ ചർച്ചയിലൂടെ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. ലോക്സഭയിൽ പ്രധാനമന്ത്രിയാണെങ്കിലും രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിലും അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ് എന്താണ് ഈ രാജ്യത്ത് ചെയ്തത്? പാട്ടുകൾ പോലും നിരോധിച്ചു, നാടകങ്ങൾ നിരോധിച്ചു, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അങ്ങനെ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭരണഘടനാ ഭീകരത എന്നൊക്കെ ഇവർ പദപ്രയോഗങ്ങളിലൂടെ മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് ഒരിക്കൽ കൂടി പാർലമെന്റിൽ നിന്നുകൊണ്ട് തന്നെ പ്രസംഗിക്കുവാനുള്ള ഒരു വേദി കോൺഗ്രസ് തന്നെ BJPക്ക് ഒരുക്കി കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുപരിയായി ഇപ്പോൾ അംബേദ്കറുമായി ബന്ധപ്പെട്ട വിഷയം അതിലധികം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കോൺഗ്രസ് അടുത്ത കാലത്തൊക്കെ വലിയ അംബേദ്കർ സ്നേഹം പ്രസംഗിക്കുകയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമമൊക്കെയാണ് കോൺഗ്രസ് നടത്തിയത്. പക്ഷേ അംബേദ്കറെ അപമാനിച്ച ചരിത്രമാണ് കോൺഗ്രസിൻ്റേത് എന്നത് ചരിത്രപരമായൊരു വസ്തുതയാണ്. അത് നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ നമുക്കറിയാം. കോൺഗ്രസ് ആണ് അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നത്. ഒരു കാരണവശാലും BR അംബേദ്കർ പാർലമെന്റിലേക്ക് കടന്നു വരരുത് എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അജണ്ട തന്നെയായിരുന്നു. കാരണം നെഹ്റുവിൻ്റെ ഒരു ഈഗോ എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളത്. അദ്ദേഹത്തെക്കാട്ടിൽ കഴിവുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അപ്രസക്തനായി പോകും എന്ന് സ്വയം കരുതിയിരുന്ന ഒരാളാണ് നെഹ്റു. അതിനാൽ തന്നെയാണ് VD സവർക്കറെ ആണെങ്കിലും സുഭാഷ് ചന്ദ്രബോസിനെ ആണെങ്കിലും അതുപോലെ തന്നെ BR അംബേദ്കറെ ആണെങ്കിലും സർദാർ വല്ലഭഭായ് പട്ടേലിനെ ആണെങ്കിലും ഇവരെയൊക്കെ ഒതുക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണക്കാരൻ നെഹ്റു ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യങ്ങളൊക്കെയാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണെങ്കിലും ഈ രാജ്യസഭയിൽ നടന്നിട്ടുള്ള ചർച്ചയിലാണെങ്കിലും തുറന്നു കാണിച്ചത്. BR അംബേദ്കർക്കൊരു ഭാരതരത്നം, ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഭാരതരത്നം നൽകാൻ പോലും കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും സ്വന്തം നിലയ്ക്ക് ഭാരതരത്നം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ തന്നെ എനിക്ക് ഭാരതരത്നം തരുതു എന്ന രീതിയിൽ സ്വയം ഭാരതരത്നം പ്രഖ്യാപിച്ച നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ അധികാരത്തിൽ നിന്നിറങ്ങി. പിന്നീട് BJPയുടെ പിന്തുണയുള്ള ഒരു സർക്കാരിൻ്റെ കാലത്താണ് BR അംബേദ്കർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. നാടെങ്കും
ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും അതുപോലെ തന്നെ നെഹ്റുവിനും വേണ്ടി സ്മാരകങ്ങൾ പണിത, കവലകൾ തോറും സ്മാരകങ്ങൾ പണിത കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് BR അംബേദ്കർക്ക് വേണ്ടി ഒരു സ്മാരകം പോലും ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ ഒരു കോണിൽ പോലും ഒരുക്കിയില്ല എന്ന പ്രസക്തമായ ചോദ്യം അമിത്ഷാ ഉന്നയിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ആകത്തുകയിൽ ഒരു വലിയ പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. ഒന്ന്, ഭരണഘടനയെ എങ്ങനെയാണ് കോൺഗ്രസ് ചവിട്ടി മിതച്ചത് എന്നതിൻ്റെ ഉദാഹരണം പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അതിനുശേഷം BR അംബേദ്കറെ പോലുള്ളവരെ എങ്ങനെ കോൺഗ്രസ് മുഖ്യധാരയിൽ നിന്നും അകറ്റി എന്നതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നു. അങ്ങനെ ഈ ശൈത്യകാല സമ്മേളനത്തിൽ കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ട ഈ ഭരണഘടനാ ചർച്ച അവർക്ക് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. യെസ്, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പറഞ്ഞിരുന്നു, ഭരണഘടനയെ വളച്ചൊടിച്ച് കോൺഗ്രസ് നാടകം കളിക്കുകയാണെന്ന്. കോൺഗ്രസ് ഓരോ ആരോപണങ്ങളായി വരുമ്പോഴും അത് ഞൊടിയിടയിൽ തന്നെ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യം കൂടി ഇപ്പോൾ പാർലമെന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.